ഓടി ഒളിക്കേണ്ടി വന്ന ജനതയായിരിക്കാം. അത് അന്നത്തെ ചരിത്ര വസ്തുത. പക്ഷെ സമകാലത്ത് നമ്മൾ കാണുന്ന കാഴ്ച പാവം പിടിച്ച കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അവർ പാർക്കുന്ന ഇടങ്ങളെയും അവരുടെ ആശുപത്രികളെയും ചുട്ടുകരിക്കുന്ന മാംസദാഹികളായ ഒരുപറ്റം മനുഷ്യരെയാണ്. അത് മാനവികതയ്ക്ക് ആപത്താണ്. മാനവികത എന്നത് എല്ലാ തരത്തിലുമുള്ള ദേശീയ രാഷ്ട്രീയ ബോധ്യങ്ങൾക്കും അപ്പുറം നിൽക്കുന്ന ഒരു മനോഭാവത്തിന്റെ പേരാണ്. അതാണ് മനുഷ്യൻ മനുഷ്യനായി തിരിച്ചറിയുന്ന മുഹൂർത്തത്തിന്റെ പേരാണ്. ഈ രാഷ്ട്രം എന്നൊക്കെ ഉള്ളത് നമ്മൾ അടുത്ത കാലത്ത് മാത്രം ഉണ്ടാക്കിയെടുത്ത ഒരു സംഗതിയുടെ പേരാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ഈ ബെനഡിക്ട് ആൻഡേഴ്സിനെ പോലെയുള്ള പണ്ഡിതർ പറയും, ഭാവനാത്മകമായി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സങ്കല്പനത്തിന്റെ പേരാണ് ദേശീയത. അങ്ങനെയാണ്. നോർത്ത് നോക്കൂ, നോർത്ത് ഈസ്റ്റിൽ വസിക്കുന്ന മനുഷ്യരുടെ പ്രക്രിയകൾ, അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ഭാഷാക്രമങ്ങൾ, അവരുടെ വേഷവിധാനങ്ങൾ, അവരുടെ സൗന്ദര്യ സങ്കല്പനങ്ങൾ, അവരുടെ ഭക്ഷണാദികൾ, ഇതുമായിട്ടൊന്നും നമ്മുടെ ജീവിതത്തിന് യാതൊരു ബന്ധവുമില്ലല്ലോ. പക്ഷെ എങ്ങനെയാണ് നമ്മൾ ഇന്ത്യക്കാരായി തീർന്നത്? ഇവയെല്ലാം ഒന്നാണ് എന്ന് പറയുന്ന ഒരു അയക്കോലിൽ നമ്മൾ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുക. അത് പ്രധാനവുമാണ് കേട്ടോ, അങ്ങനെ പ്രധാനവുമാണ്. പക്ഷെ അതാണ് അവസാന വാക്ക് എന്ന് ധരിക്കാൻ പാടില്ല. അതാണ് അവസാന വാക്ക് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവരുടെ പേരാണ് ഫാഷിസ്റ്റുകൾ. ഉംബർട്ടോ എക്കോ എന്ന് പറയുന്നൊരു പണ്ഡിതനെ ഞങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. വലിയ ഗംഭീരനായിട്ടുള്ള റൈറ്ററാണ് അദ്ദേഹം, ഒരു ഫിലോസഫറാണ്, നോവലിസ്റ്റാണ്. ഉംബർട്ടോ എക്കോ ഒരു ഗംഭീരമായ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനത്തിന്റെ പേര് ഊർ ഫാസിസം എന്നാണ്. ഊർ ഫാഷിസം, ഊർ എന്നത് ബൈബിളിലെ ഊർ തന്നെ. ഊർ എന്നാൽ ഉൽപ്പത്തി എന്നാണ് അർത്ഥം. ഊർ ഫാഷിസം കൊണ്ട് അർത്ഥമാക്കുന്നത് ഫാഷിസം എങ്ങനെയാണ് ഉണ്ടായി വരുന്നത് എന്നാണ്. ഫാഷിസത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഈ ഊർ ഫാഷിസം എന്ന ഇദ്ദേഹത്തിന്റെ പ്രബന്ധം മലയാളത്തിൽ ഗംഭീരമായി മൊഴിമാറ്റിയ ഒരു കഥാകാരനുണ്ട്, പേര് NS മാധവൻ. അദ്ദേഹം ഫാസിസത്തിന്റെ ഉറവിടങ്ങൾ എന്ന പേരിൽ ഇത് മൊഴിമാറ്റിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നു. ഈ പറയുന്ന മലയാള ലേഖനത്തിലും അതേപോലെ തന്നെ റൂട്ടഡ് ആയിട്ടുള്ള മൂലകൃതിയിൽ ഒരു കാര്യം പറയുന്നു. ഫാഷിസത്തിന്റെ വക്താക്കൾ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുന്നത് അതിശക്ത ദേശീയത എന്ന് പറയുന്ന കപട നാണയം പുറത്തിറക്കുക എന്നുള്ളതാണ്. അതിശക്ത ദേശീയത, ദേശീയതയ്ക്കപ്പുറം ഒന്നുമില്ല എന്ന് പറയാൻ ശ്രമിക്കുന്നതിന്റെ പേരാണ് സത്യത്തിൽ ഫാഷിസം എന്നത്. ഇന്ന് ഇന്ത്യയിൽ നമ്മൾ കാണുന്നത് അതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലീസ് വന്ന് പിടിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ ED പറഞ്ഞു വിടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ പെൻഷൻ എന്നൊക്കെയുള്ള മുദ്രാവാക്യം സത്യത്തിൽ അങ്ങോട്ട് ആഴ്ന്നു ചെല്ലുന്നത് ഞാൻ ഈ പറഞ്ഞ ഐഡിയോളജിയിലേക്കാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇന്ത്യാവാദം, തനി ഇന്ത്യാവാദം എന്നത് മാനവികമായിട്ടുള്ള എല്ലാ ദർശനങ്ങളെയും ഉല്ലംഘിക്കുന്ന ഒരു പരിപാടിയാണ്. പഴയ കാലത്ത് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന മനുഷ്യന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ പറയും, ആദ്യകാലത്ത് മനുഷ്യൻ ഒറ്റകളായിട്ടാണ് ഭൂമിയിൽ പിറന്നു വീണത്, ഒറ്റ എൻറ്റിറ്റികൾ. ഇപ്പൊ ഡാർവിനിയൻ സിദ്ധാന്തം പറയുമ്പോൾ നമ്മൾ പറയും, ഇങ്ങനെ പരിണമിച്ച് ഒരാണും ഒരു പെണ്ണും ഉണ്ടായിത്തീർന്നു എന്ന് പറയും. പക്ഷെ ഏതോ ഒരു ഘട്ടത്തിൽ ഈ ആണും പെണ്ണും പെരുകി വന്ന് ഒരു ഗോത്രമായി മാറുന്നുണ്ട്. ഗോത്ര ജനതയെ ഒരു ട്രൈബൽ യൂണിറ്റായി മനുഷ്യവർഗം മാറുന്നുണ്ട്. ഈ ഒറ്റയിൽ നിന്ന് പറ്റത്തിലേക്ക് മനുഷ്യൻ മാറുന്നുണ്ട്. പ്രത്യേകിച്ച് കാർഷിക വേളയിലേക്ക് വരുമ്പോൾ, അഗ്രികൾച്ചറിലേക്ക് വരുമ്പോൾ മനുഷ്യൻ പറ്റ ഗണമായി മാറുന്നു. ഇതിനാണ് ഗോത്രം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഗോത്രങ്ങൾ തമ്മിൽ പല സ്ഥലത്തുള്ള പല കാലത്തുള്ള വ്യത്യസ്ത ഗോത്രങ്ങൾ തമ്മിലുള്ള അടികൾ, യുദ്ധങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനെയെല്ലാം മറികടന്നിട്ടാണ് നമ്മൾ മാനവികമായ ദർശനത്തെ മുമ്പോട്ട് വെച്ചത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആധുനികത എന്ന് വിളിക്കുന്നത്. ആധുനികതയ്ക്ക് മുമ്പ്, സിവിൽ സൊസൈറ്റിയുടെ രൂപീകരണത്തിന് മുമ്പ് ഇങ്ങനെ പരസ്പരം കാർന്നു തിന്നുന്ന, പരസ്പരം ഇഷ്ടക്കേടുകളെയും അപ്രിയങ്ങളെയും വെച്ച് സൂക്ഷിക്കുന്ന ഒരു ഖയോസ് എന്ന് പറയുന്ന ആക്രമണപരമായിട്ടുള്ള ക്രമമില്ലാത്ത ഒരു ജനക്കൂട്ടമായിരുന്നു നമ്മൾ. അതിനൊരു വാക്ക് സൈദ്ധാന്തികർ പറയും, മൾട്ടിറ്റ്യൂഡ് എന്ന് പറയും. അങ്ങനെയുള്ള മൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് പീപ്പിൾ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, ജനസമൂഹം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, ഹ്യൂമൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നതാണ്. നമ്മൾ അങ്ങനെ എത്തിച്ചെടുത്തതാണ്. അതിൻ്റെ പേരാണ് നവോത്ഥാനം, മാനവികത എന്നത്. ഈ മാനവികതയെ മുറുകെ പിടിക്കേണ്ടുന്ന ബാധ്യത ഒരുപക്ഷെ നമുക്കുണ്ട്, പ്രത്യേകിച്ച് പുരോഗമന വിശ്വാസികൾക്കുണ്ട്. ഫാഷിസത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു വലിയ ആശയമാണ്, പ്രത്യയശാസ്ത്രമാണ് ഹ്യൂമനിസം എന്നത്. ഹ്യൂമനിസം എന്നുള്ള ആശയം നാടു നീങ്ങുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.
ആദ്യകാലത്ത് ഈ മോഡേണിറ്റിയുടെ പീരീഡിൽ ഹ്യൂമനിസം വന്നപ്പോൾ മനുഷ്യനാണ് ലോകത്തിന്റെ കേന്ദ്രം എന്ന് തീരുമാനിക്കുകയായിരുന്നു. അതിനു മുമ്പ് ലോകത്തിന്റെ കേന്ദ്രം ദൈവമാണ് എന്നാണ് കരുതിയിരുന്നത്. ലോകത്തിന്റെ എല്ലാ തരത്തിലുമുള്ള കാമനകളുടെ കേന്ദ്രം ദൈവമാണ് എന്ന് പറയുന്ന ആദർശത്തെ തട്ടിമാറ്റിക്കൊണ്ടാണ് മനുഷ്യനാണ് കേന്ദ്രം എന്ന് ഉറപ്പിച്ചത്. എന്നാൽ പുതിയ കാല ഹ്യൂമനിസത്തിന് ഒരു പുതിയ മുഖം കൂടി ഉണ്ട് കേട്ടോ. ലോകത്തിന്റെ കേന്ദ്രം മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ എന്നത് പ്രകൃതി സ്നേഹിയായ മനുഷ്യനാണ്. മറ്റു ജീവജാലങ്ങളെ കൂടി മൈൻഡ് ചെയ്യുന്ന ഒരു മനുഷ്യ പ്രകൃതിയാണ്, പ്രകൃതി മനുഷ്യനാണ് ആധുനിക മനുഷ്യൻ എന്നത്. അതുകൊണ്ട് മാനവികത എന്നത് എല്ലാത്തിനെയും ചേർത്ത് വെക്കുന്ന സമ്യക്കായ ഒരു സാകല്യാവസ്ഥയുടെ പേരാണ്. അതാണ് ഒരുപക്ഷെ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. ഈ മനുഷ്യൻ എന്ന് പറയുന്ന എൻറ്റിറ്റിയുടെ അതിജീവനത്തിന് എന്ന് വെച്ചാൽ 100 കൊല്ലം കഴിഞ്ഞാലും നിലനിൽക്കണം ഈ സ്പീഷീസ് എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അനിവാര്യമായി വേണ്ടുന്ന പ്രത്യശാസ്ത്രത്തിന്റെ പേരാണ് ഒരുപക്ഷെ മാനവികത എന്നത്. ഈ മാനവിക ആദർശം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആദർശം കൂടിയാണ്. ഇത്തരം രാഷ്ട്രീയ ആദർശങ്ങൾ അടിയടരായി നിൽക്കുന്ന എഴുത്തുകൾ നിരവധിയായി അവതരിപ്പിച്ച ഒരു വലിയ മഹാന്റെ പേരാണ് വയലാർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എന്തായിരുന്നാലും വയലാറിനെ ഓർമ്മിക്കുമ്പോൾ നമ്മൾ ഹ്യൂമനിസം ഓർമ്മിക്കുന്നു, വയലാറിനെ ഓർമ്മിക്കുമ്പോൾ നമ്മൾ മനുഷ്യാദർശം ഓർമ്മിക്കുന്നു, വയലാറിനെ ഓർമ്മിക്കുമ്പോൾ നമ്മൾ ലോകം മൊത്തവും ഒരു പക്ഷിക്കൂടാണ് എന്ന് ഓർമ്മിക്കുകയാണ്. നിർത്തുന്നു. അഭിവാദനങ്ങൾ.